The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to economics class. Last class we were discussing about chapter 4, that is poverty. Today we are going to discuss a new chapter, that is human capital formation in India. Human capital formation in India. Actually it is very small chapter and it is very easy to study. Okay, let us discuss what is human capital. See, what do you mean by human capital? എന്താ human capital എന്ന് വെച്ചാൽ മനുഷ്യൻ അല്ലേ? ഹ്യൂമൻ എന്ന് വെച്ചാൽ എന്താ മനുഷ്യൻ അല്ലേ? ഈ മനുഷ്യൻ എങ്ങനെയാണ് ഒരു ക്യാപിറ്റലായി മാറുന്നത്? ക്യാപിറ്റൽ പറഞ്ഞാൽ എന്താ? സംതിങ് ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ ബിസിനസ് അല്ലേ? എന്തെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുക. ക്യാപിറ്റലിൽ നമ്മൾ എന്താ കിട്ടുക? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കിട്ടുക അല്ലേ? ഈ ഹ്യൂമൻ ബീയിങ്സിനെ എങ്ങനെയാണ് ഒരു ക്യാപിറ്റലായി മാറ്റുന്നത്, അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സി ഫോർ എൻ എക്കോണമി ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എൻ എക്കോണമി എന്നുള്ളതാണ്. അതായത് ഒരു എക്കോണമി ഡെവലപ്പ് ചെയ്ത് പോകണമെങ്കിൽ അവിടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ടാവണം, മനുഷ്യന്മാരുണ്ടാവണം അല്ലേ? കുറേ നാച്ചുറൽ റിസോഴ്സസ് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ എക്കണോമിക് ഡെവലപ്മെൻറ്റും ഗ്രോത്തും ഉണ്ടാവില്ല. ഇക്കണോമിക് ഡെവലപ്മെൻറ്റും ഗ്രോത്തും ഉണ്ടാകണമെങ്കിൽ അവിടെ ഹ്യൂമൻ റിസോഴ്സസ് വേണം. ആ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹ്യൂമൻ ക്യാപിറ്റലായി മാറ്റണം അല്ലേ? ഹ്യൂമൻ ക്യാപിറ്റൽ ആകുമ്പോൾ മാത്രമാണ് അത് എക്കണോമിക് ഗ്രോത്തിനും എക്കണോമിക് ഡെവലപ്മെൻറ്റിനൊക്കെ കാരണമാകുള്ളൂ എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഒരു രാജ്യത്ത് കുറേ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, പക്ഷെ അവിടെ എന്തില്ല? ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവില്ല. അതേ സമയത്ത് ഒരു രാജ്യത്ത് റിസോഴ്സസ് കുറവാണെങ്കിലും ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ മനുഷ്യന്മാർ ഹ്യൂമൻ ബീയിങ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രാജ്യം ഡെവലപ്ഡായി മാറും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ദി കൺട്രീസ് ലൈക്ക് ജപ്പാൻ ഡസ് നോട്ട് ഹാവ് എനി നാച്ചുറൽ റിസോഴ്സസ്, ഇറ്റ് ഹാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലേ? ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ട്. ഇത് ജപ്പാൻ എന്ന് പറയുമ്പോൾ അവിടെ നാച്ചുറൽ റിസോഴ്സസ് കുറവാണ്, പക്ഷേ ഹ്യൂമൻ ബീയിങ്സ് കൂടുതലാണ്, നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് കൂടുതലാണ്. സോ അവിടെ എക്കണോമിക് ഡെവലപ്മെൻറ്റും എക്കണോമിക് ഗ്രോത്തും ഉണ്ടാവും. ഓക്കെ, ബട്ട് ദ കൺട്രി ലൈക്ക് ആഫ്രിക്ക അല്ലേ? ആഫ്രിക്കയിൽ പ്ലെൻറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. നമ്മൾക്ക് ആഫ്രിക്കൻ കാടുകൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് ആഫ്രിക്കയെ കുറിച്ചിട്ട് അല്ലേ? പ്ലെൻറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഒരു കോണ്ടിനെൻ്റ് ആണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഹ്യൂമൻ റിസോഴ്സസ് ഇല്ല. ഹ്യൂമൻ റിസോഴ്സസ് ഇല്ല എന്നല്ല, ഹ്യൂമൻ ക്യാപിറ്റൽ ഇല്ല. മനുഷ്യന്മാരുണ്ടായിട്ട് കാര്യമില്ല. ഈ ഹ്യൂമൻ റിസോഴ്സസ് ഹ്യൂമൻ ക്യാപിറ്റലായി മാറണം. ഹ്യൂമൻ ക്യാപിറ്റൽ ആകുമ്പോൾ മാത്രമേ അത് ഡെവലപ്മെൻറ്റിനും എക്കണോമിക് ഗ്രോത്തിനും റീസൺ ആവുള്ളൂ. ഓക്കെ, ഹൗ ടു ഡെവലപ്പ് ഹ്യൂമൻ ക്യാപിറ്റൽ. നമ്മൾ എങ്ങനെ ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെ ഹ്യൂമൻ ക്യാപിറ്റലോട്ട് കൊണ്ടുവരാൻ പറ്റും? ദാറ്റ് ഈസ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ഗുഡ് ഹെൽത്ത് ആൻഡ് ട്രെയിനിങ് അല്ലേ? നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യം. ഒന്ന് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ട്രെയിനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഹ്യൂമൻ റിസോഴ്സസ് ടു ട്രാൻസ്ഫോം ഇൻ ടു ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലേ? ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ടു ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് അവിടെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെങ്കിൽ എഡ്യൂക്കേഷനും ഹെൽത്തും ജോബ് ട്രെയിനിങ്ങും അല്ലേ? അത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമാണ് അവിടെ എന്തുണ്ടാവുള്ളൂ? ഡെവലപ്മെൻറ്റും എക്കണോമിക് ഗ്രോത്തും ഉണ്ടാവുള്ളൂ. The process
of converting human resources into human capital is called capital formation. അല്ലേ? ഈ ഹ്യൂമൻ റിസോഴ്സസ് ഞാനടക്കം നിങ്ങളടക്കമുള്ള ഈ ഹ്യൂമൻ ബീയിങ്സിനെ നമ്മളൊരു ക്യാപിറ്റൽ അല്ലേ, അത് ബെനിഫിഷ്യൽ എക്കോണമിക്ക് ബെനിഫിഷ്യൽ ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. സി, an uneducated or untrained or physically weak person is not productive because he cannot contribute to production. If we can provide education training for the person, he will become the human capital. അല്ലേ? അവിടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. അതായത് അൺഎഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ്, അതേപോലെ തന്നെ ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള അൺട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരിക്കലും എക്കണോമിക് ഡെവലപ്മെന്റിനോ എക്കണോമിക് ഗ്രോത്തിനോ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റില്ല. അല്ലേ? നമ്മൾ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ചെയ്യുന്നത് പോലെയുള്ളൊരു വർക്കായിരിക്കില്ല അതിന് ഓപ്പോസിറ്റുള്ള പേഴ്സൺ ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ സോഴ്സസ് എവിടെയൊക്കെയാണ്? ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ, health, on the job training, migration and information. Very important topic. Education, health, on the job training, migration and information. ഇതാണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ബീയിങ്സിനെയൊക്കെ എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റലാക്കി മാറ്റുന്നത്, ആ ട്രാൻസ്ഫോർമേഷൻ ഏതിലൊക്കെയോടെയാണ് നടക്കുന്നത്, അതിൻ്റെ സോഴ്സസ് ആണ് ഈ എഡ്യൂക്കേഷനും ഹെൽത്തും ഓൺ ദ ജോബ് ട്രെയിനിങ്ങും മൈഗ്രേഷനും അതുപോലെ തന്നെ ഇൻഫർമേഷനും. ലെറ്റ് us discuss one by one. Okay, the first and the most important factor for the human capital is education. That is, all parents and government spend a lot of money in education because it's have a desirable and beneficial changes. അല്ലേ? നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ദറ്റ് ഈസ് എഡ്യൂക്കേഷൻ വിൽ ബ്രിങ് എ ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി എന്നുള്ളത്. അല്ലേ? വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് സമൂഹം മാറിയിട്ടുള്ളത്. അല്ലേ? നമ്മൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ദ ഇൻഇക്വാളിറ്റീസ് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ത്രൂ എഡ്യൂക്കേഷനിലൂടെയാണ്. അവരൊക്കെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയത് കൊണ്ടാണ് സോഷ്യൽ റീഫോമേഴ്സ് ഒക്കെ അതിനെന്ത് ചെയ്തിട്ടുള്ളത്, കൗണ്ടർ ആക്ട് ചെയ്തിട്ടുള്ളത്. അല്ലേ? അപ്പോൾ എഡ്യൂക്കേഷനിലൂടെ എന്തൊക്കെ ഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ഇറ്റ് സ്റ്റിമുലേറ്റ് ഇന്നോവേഷൻസ്. അല്ലേ? ഇന്നോവേഷൻസ് എന്ന് വെച്ചാൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ വേണം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് എനേബിൾസ് വൺ ടു മേക്ക് എ ബെറ്റർ ചോയ്സ് ഇൻ ലൈഫ്. അല്ലേ? നമ്മുടെ ജീവിതം നല്ലൊരു രീതിക്ക് കൊണ്ടുപോകാൻ വിദ്യാഭ്യാസം ഉള്ളവനെ കൊണ്ട് പറ്റും. നെക്സ്റ്റ് വൺ, റൈസസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. അല്ലേ? നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. അല്ലേ? എഡ്യൂക്കേറ്റഡ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് പേഴ്സൺസിനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻക്രീസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഇൻ സോഷ്യൽ സ്റ്റാറ്റസ്. അല്ലേ? നമ്മൾക്ക് ഓരോരുത്തർക്കും അല്ലേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൂടുന്തോറും സോഷ്യൽ സ്റ്റാറ്റസ് കൂടും, നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി നമുക്ക് കുറേ ക്യാഷ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇംപ്രൂവ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, സ്റ്റിമുലേറ്റ് ഡിസ്കവറീസ് ആൻഡ് ഇന്നോവേഷൻസ്. അല്ലേ? എഡ്യൂക്കേറ്റഡ് പേഴ്സണ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും അതിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതും ഇന്നോവേഷൻസ്, പുതിയ ഇന്നോവേഷൻസ് എന്താണ് വരുന്നതെന്നും അതിനനുസരിച്ച് എങ്ങനെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. സോ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ഹെൽത്ത്. അല്ലേ? നമുക്കറിയാം ഹെൽത്ത് ഈസ് വെൽത്ത്. അല്ലേ? ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, വെൽത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും എക്കണോമിക് ഗ്രോത്തിനും അത് കാരണമാവുള്ളൂ എന്നുള്ളതാണ്. അല്ലേ? നമുക്ക് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ ഒരു ഒറ്റ അസുഖം കൊണ്ട് എക്കോണമിക് ഡെവലപ്മെൻറ്റും എക്കണോമിക് ഗ്രോത്തും കൂപ്പുകുത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഹെൽത്ത് എന്താണ്, അതിനുവേണ്ടി ഗവൺമെൻറ്റാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലേ? അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എ ഹെൽത്തി പേഴ്സൺ ക്യാൻ കോൺട്രിബ്യൂട്ട് മോർ. ഫോർ ദാറ്റ് ഗവൺമെൻറ് സ്പെൻഡിങ് മണി ഫോർ പ്രിവെൻറ്റീവ് മെഡിസിൻ, ദാറ്റ് ഈസ് വാക്സിനേഷൻ, ക്യൂറേറ്റീവ് മെഡിസിൻ, ദാറ്റ് ഈസ് ട്രീറ്റ്മെൻറ്റ് ഡ്യൂറിങ് ഇൽനെസ്, സോഷ്യൽ മെഡിസിൻ, പ്രൊവിഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ഹെൽത്ത് ലിറ്ററസി, പ്രൊവിഷൻ ഓഫ് സാനിറ്റേഷൻ ഫെസിലിറ്റി. അല്ലേ? നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഈ ഒരു അസുഖം വന്നപ്പോഴും ഗവൺമെൻറ് വാക്സിനേഷൻ ഫ്രീ ആയി കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം എന്താ, ഗവൺമെൻറ്റിന് അറിയാം വാക്സിനേഷൻ ഫ്രീ ആയി കൊടുത്താൽ മാത്രമാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റും എക്കണോമിക് ഗ്രോത്തും ഉണ്ടാവുകയുള്ളൂ. അല്ലേ? അസുഖങ്ങളില്ലേ ആ ഒരു വർക്കിംഗ് ഫോഴ്സിന് അവിടെ അസുഖം വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ്, അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, ബിക്കോസ്
എ ഹെൽത്തി പേഴ്സൺ ക്യാൻ കോൺട്രിബ്യൂട്ട് മോർ ടു ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളതാണ് അല്ലേ. എക്കണോമിക് ഗ്രോത്തിനും എക്കണോമിക് ഡെവലപ്മെൻറ്റിനും ഒരു ഹെൽത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണ് മാത്രമായിരിക്കും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഹെൽത്തിനെ കുറിച്ച് നമ്മൾ 8th ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഈ ഓരോ സംഭവം എന്താണ്, വാക്സിനേഷനും അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ലേ. നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാലും അവിടെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നൊരു ട്രെയിനിങ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ആ ട്രെയിനിങ് കാരണം നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂടുതൽ ആകാറുണ്ട് അല്ലേ. ഗവൺമെൻറ് ആണെങ്കിലും ഗവൺമെൻറ് സ്കൂൾസിലാണെങ്കിലും എല്ലാ ഏരിയസിലും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ആ ട്രെയിനിങ്ങിലൂടെ ആയിരിക്കും എന്തുണ്ടാവുക, നമ്മളുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടുമ്പോൾ ദാറ്റ് വിൽ ലീഡ്സ് ടു increase in economic development as well as economic growth. Okay, the next very important topic is migration. That is, people migrate to other places in search of job or to get a better salary. Migration needs some amount of money to spend, like a transportation cost, accommodation cost, but higher earning will overcome their expenditure. Unemployment is the reason for the rural urban migration in India അല്ലേ. മൈഗ്രേഷൻ നമ്മൾ പഠിച്ചതാണ്, 10th സ്റ്റാൻഡേർഡിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൈഗ്രേഷൻ എന്താണ്, മൈഗ്രേഷൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. അപ്പം മൈഗ്രേഷൻ എന്തിനാണ് ജനങ്ങൾ മൈഗ്രേഷൻ ചെയ്യുന്നത്? വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റീസൺ ഇസ് ടു ഗെറ്റ് എ ജോബ് അല്ലേ, ടു ഫൈൻഡ് എ ബെറ്റർ ജോബ് അല്ലേ. നമ്മളുടെ ഇവിടുത്തെ ഉള്ളവരൊക്കെ ബാംഗ്ലൂർ, ചെന്നൈ അല്ലെങ്കിൽ ഗൾഫ്, എബ്രോഡിലൊക്കെ വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദേ ആർ ഗെറ്റിംഗ് ബെറ്റർ ജോബ് ആൻഡ് ബെറ്റർ സാലറി, സോ ദേ ക്യാൻ ലീവ് എ ബെറ്റർ ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനിലോട്ട് പോകുമ്പോൾ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂടും, അത് എക്കണോമിക് ഡെവലപ്മെൻറ്റിനും എക്കണോമിക് ഗ്രോത്തിനും കാരണമാകും അല്ലേ. ഫോറിനേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻകം നമ്മളുടെ ഇൻകത്തിൽ ആഡ് ആകുമ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റും എക്കണോമിക് ഗ്രോത്തും ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഈസ് ഇൻഫർമേഷൻ. Expenditure on information appropriate educational institutions, opportunities for job in different places and countries, etc. are required as another sources of human capital അല്ലേ. നമുക്കറിയാം എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, +2 കഴിഞ്ഞാൽ ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ എത്ര % മാർക്ക് വേണം അല്ലേ. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേസ്മെൻറ്റ് ഉണ്ടോ, ആ പ്ലേസ്മെൻറ്റ് കിട്ടുക, ബെറ്റർ ജോലി കിട്ടുമോ, ഇതൊക്കെ തിങ്ക് ചെയ്തിട്ടാണ്, ഇങ്ങനത്തുള്ള ഇൻഫർമേഷൻസ് മുഴുവൻ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ജോലിക്ക് പോവുക അല്ലേ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുക അല്ലേ. അല്ലെങ്കിൽ നോക്കൂ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവാം അല്ലേ. എങ്ങനെയാണ് മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് കുട്ടികൾ, എങ്ങനെയാണ് അവിടുത്തെ അന്തരീക്ഷം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി, എങ്ങനെയാണ് സാലറി, എല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരു പേഴ്സൺ ആ ഫേമിൽ ജോലിക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ്, കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ആ ഒരു ഫേമിലേക്ക് അട്രാക്റ്റഡ് ആവും, അവിടെ നമ്മൾ പോകും. അവിടെ പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങും നമ്മളുടെ എക്സ്പീരിയൻസും കൂടി നമ്മളുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കൂടുതലാകും. അങ്ങനെ അത് കൂടുതലാകുമ്പോൾ അത് എക്കണോമിക് ഗ്രോത്തിനും എക്കണോമിക് ഡെവലപ്മെൻറ്റിനും കാരണമാകും എന്നുള്ളതാണ്. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദറ്റ് ഈസ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. Next very important topic is physical capital as well as human capital അല്ലേ. നമ്മൾ എത്രയൊക്കെ ടെക്നോളജി റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞാലും ദ റിക്വയർ ഹ്യൂമൻ ബീയിങ്സ് അല്ലേ. അവിടെ ഹ്യൂമൻ ബീയിങ്സ് അത്യാവശ്യമാണ് അല്ലേ. നമ്മൾ ഇപ്പോൾ ഒരു ടെക്നോളജിക്കൽ റവല്യൂഷനിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ടെക്നോളജിയാണ്, പക്ഷേ മനുഷ്യൻ അവിടെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെ ആണ് എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും. ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ കാണുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ആവാം അല്ലേ, നമ്മൾക്കായിട്ടുള്ള ടെക്നോളജീസ് ആവാം, കമ്പ്യൂട്ടർ ആവാം, എല്ലാം വരുന്നത് ഫിസിക്കൽ ക്യാപിറ്റലാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മനുഷ്യന്മാർ, പ്രൊഡക്റ്റീവായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഫിസിക്കൽ ക്യാപിറ്റൽ, എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നുള്ളതാണ്. സി, നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലേ, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ, മനുഷ്യന്മാരാണ് അല്ലേ. അവിടെ ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ 2 ബെനിഫിറ്റാണ്. ഒന്ന് എക്കണോമിക് ബെനിഫിറ്റ് ആസ് വെൽ ആസ് സോഷ്യൽ ബെനിഫിറ്റ് അല്ലേ. എക്കണോമിക്കലായിട്ട് എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റിനൊക്കെ കാരണമാകുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അത് സൊസൈറ്റിക്ക് കൂടി ബെറ്ററാണ് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ദാൻ ഫിസിക്കൽ ക്യാപിറ്റൽ അല്ലേ. ടെക്നോളജി
ടെക്നോളജി റീപ്ലേസസ് ദ ടീച്ചർ എന്നാണ് പറയുക. ടീച്ചർ ഇപ്പോൾ ഒരുപാട് സ്മാർട്ട് ക്ലാസ്സുകളും എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ഇങ്ങനെ ഓൺലൈനായിരുന്ന് ക്ലാസ് കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ക്ലാസ് റൂമിൽ ലൈവായി കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്ന ക്ലാസ്സും ഈ ഓൺലൈനിലൂടെ കിട്ടുന്ന ക്ലാസ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫിസിക്കൽ ക്യാപിറ്റലും അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റലും രണ്ടും ഡിഫറൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് clear. Next, the very important topic, that is human capital and economic growth. We know that growth means increase in real national income of the country. നാഷണൽ ഇൻകം കൂടുതലാകുക, ഒരു രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിക്കുക എന്ന് പറയുമ്പോഴാണ് എക്കണോമിക് ഗ്രോത്ത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. സി, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദ കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് നാഷണൽ ഇൻകം വിൽ ബി മോർ in the case of educated and a healthy person അല്ലേ. ഹെൽത്തി പേഴ്സണും എഡ്യൂക്കേറ്റഡ് പേഴ്സണും നാഷണൽ ഇൻകത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കും ദാൻ അൻ അൺഎഡ്യൂക്കേറ്റഡ് ഓർ ഇൽ ഹെൽത്ത് പേഴ്സൺ അല്ലേ. വിദ്യാഭ്യാസം ഇല്ലാത്തവനും അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്തവനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കോൺട്രിബ്യൂഷൻ ആര് ചെയ്യുന്നുണ്ടാകും? എഡ്യൂക്കേറ്റഡും ഹെൽത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണും ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻ കൂടുന്തോറും അവിടെ എന്തുണ്ടാകും? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നുള്ളതാണ് അല്ലേ. സി, എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ലിറ്ററസി അല്ലേ. അതുപോലെ തന്നെ ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താ? ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലേ. ലിറ്ററസി റേറ്റ് കൂടുതലാവുക, ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാവുക. ലൈഫ് എക്സ്പെക്റ്റൻസി പറഞ്ഞാൽ ഒരു ആൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലയളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇൻക്രീസ് ആകുന്ന ടൈമിലാണ് ആ ഹ്യൂമൻ ബീങ്സിൻ്റെ കോൺട്രിബ്യൂഷൻ നാഷണൽ ഇൻകത്തിലോട്ട് ഇൻക്രീസ് ആവുകയുള്ളൂ. അങ്ങനെ നാഷണൽ ഇൻകത്തിലോട്ട് അത് കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ആകുമ്പോഴാണ് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും ഉണ്ടാവുന്നത്. ഓക്കെ, സി, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു എഡ്യൂക്കേഷൻ, health, on the job training, migration, information. ഈ 5 ഫാക്ടേഴ്സ് അവിടെ അത്യാവശ്യമായിട്ട് വേണം ഈ എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഈ 5 ഫാക്ടേഴ്സ് അവിടെ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതാണ് അല്ലേ. അപ്പം മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് സയൻറ്റിഫിക് ഇന്നോവേഷൻസും സയൻറ്റിഫിക് നോളജ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സി, നമ്മളുടെ ഇന്ത്യൻ എക്കോണമിയുടെ റിവ്യൂസ് ഒക്കെ പറയുന്നത് ഈ ഹെൽത്തും എഡ്യൂക്കേഷനും കൊണ്ട് മാത്രം എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദറ്റ് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് ദ ഔട്ട്കം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, health, job training, migration and information. Of this, education and health are very important sources of human capital formation. In our country, according to the constitution, education and healthcare comes in the concurrent list. That is, central, state and local government must carry out the education related activities. അല്ലേ, അതായത് നമ്മളുടെ ഈ എഡ്യൂക്കേഷനും ഹെൽത്ത് ഒക്കെ കൺകറൻറ്റ് ലിസ്റ്റ് നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് അല്ലേ. കൺകറൻറ്റ് ലിസ്റ്റ് പറഞ്ഞാൽ എന്താ? ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ആൻഡ് ലോക്കൽ ഗവൺമെൻറ് ഹാവ് എ ഇൻഫ്ലുവൻസ് ഓൺ ദ പർട്ടിക്കുലർ ഐറ്റംസ് അല്ലേ. അതിൽ വരുന്നതാണ് ഈ എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ. അപ്പോൾ അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ലോക്കൽ ഗവൺമെൻറ്റിനൊക്കെ എന്താണ്? ഈക്വൽ പവറാണുള്ളത് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള എഡ്യൂക്കേഷനും ഹെൽത്തും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ലോക്കൽ ഗവൺമെൻറ്റിനൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എക്സിസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്, ബട്ട് മേജർ പാർട്ട് ബൈ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കംസ് ഫ്രം ദ ഗവൺമെൻറ് അല്ലേ. നമുക്കറിയാം ഒരുപാട് പ്രൈവറ്റും അതുപോലെ തന്നെ പബ്ലിക് ഉണ്ടെങ്കിൽ കൂടിയിട്ടും അവിടെ മേജോറിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ ഗവൺമെൻറ് സ്കൂൾസും അതേപോലെ തന്നെ എയ്ഡഡ് അൺഎയ്ഡഡ് എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സ്കൂൾസാണ് കൂടുതലായിട്ടുള്ളത് അല്ലേ. ഗവൺമെൻറ് ഒരുപാട് ലക്ഷം രൂപകൾ ഈ ഗവൺമെൻറ് സ്കൂൾസിന് കൊടുക്കുന്നുണ്ട് അവരുടെ എൻഹാൻസ്മെൻറ്റിനും അവരുടെ ഇമ്പ്രൂവ്മെൻറ്റിനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഹെൽത്തും അല്ലേ. ഹെൽത്ത് നമ്മളിപ്പോൾ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികൾക്കും ഒരു ചിലവില്ലാതെ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ആയിട്ടുള്ള ഇപ്പോൾ വാക്സിനേഷൻ വരെ ഫ്രീ ആയി കൊടുക്കാമെന്ന് ഗവൺമെൻറ് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ 2 ഫാക്ടേഴ്സാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ചെയ്യുന്നത്. അങ്ങനെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ചെയ്താൽ മാത്രമാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റും എക്കണോമിക് ഗ്രോത്തും ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് മേക്ക് എ ലോങ് ടേം ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ക്യാപിറ്റൽ formation. Expenditure on both education and health are to be carried out simultaneously.
In India, there are ministries and various organizations in education and health at union and state level. അതായത് ഈ എഡ്യൂക്കേഷനിലും ഹെൽത്തിലും ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലവാക്കുന്നത് ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുക. അതായത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ അല്ലേ, നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഇപ്പോൾ പഠിച്ചിറങ്ങുന്നുണ്ട്, ഒരുപാട് ഗവൺമെൻറ് അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ മേ ബി ഒരു 10-20 വർഷം കഴിയുമ്പോഴായിരിക്കും ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ടാവുക, കിട്ടുക എന്നുള്ളതാണ്. അത് അവിടെ ലോങ് ടേം ആണ്. പക്ഷേ ഈ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഹെൽത്തും ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അതിനുവേണ്ടി സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ലെവലിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, that is National Council of Education, Research and Training, that is NCRT അല്ലേ. NCRT എഡ്യൂക്കേഷനിന് വേണ്ടിയിട്ടല്ലേ, CBSE അതേപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ഈ NCRT എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ, UGC. അതെന്തിനാ, ഹയർ എഡ്യൂക്കേഷൻ അല്ലേ, കോളേജ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ UGC എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എഡ്യൂക്കേഷൻ സെക്ടർ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് ഇത്. നോക്കൂ, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ ആൻഡ് റിസർച്ച്, ദാറ്റ് ഈസ് ICMR. ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ന്യൂസിലൂടെയും പേപ്പറിലൂടെയൊക്കെ കേട്ടിട്ടുള്ളതാണ് ICMR അല്ലെ. ICMRന്റെ പ്രഡിക്ഷൻസ് ഒക്കെ നമുക്ക് കേട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇപ്പോൾ ഈ ഒരു വാക്സിൻ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ ഈ ICMRന്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഗവൺമെൻറ് എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ടു എൻഹാൻസ് ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലേ. ഹ്യൂമൻ ക്യാപിറ്റൽ എൻഹാൻസ് ചെയ്യാനോ ടു ഫോർമുലേറ്റ് അല്ലേ, ഫോർമുലേറ്റ് ചെയ്യാനോ ഒക്കെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റും എക്കണോമിക് ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, സി ഇത് മാത്രമാണോ, അല്ല. That is, for providing basic education to all people, we included education as a fundamental right അല്ലേ. അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 56th amendment in the constitution in the year 2002 was providing free education to the children up to the age of 14 അല്ലേ. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റിൽ. ഇതൊക്കെ ഹ്യൂമൻ ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ഇന്ത്യ, large section of population living below poverty line, many of them cannot afford access basic education and healthcare ഫെസിലിറ്റീസ് അല്ലേ. ഇത്രയും ഫെസിലിറ്റീസ് ഇപ്പോഴും കുറേ പേർക്ക് കിട്ടുന്നില്ല, എങ്കിൽ കൂടിയിട്ടും ഗവൺമെൻറ് അതിന് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് ഗ്രോത്ത് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ അല്ലേ. എഡ്യൂക്കേഷനിൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടുതലായി വരികയാണെന്നുള്ളതാണ്. ദറ്റ് ഈസ് Government expenditure on education is expressed in two ways. നമുക്ക് രണ്ട് വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ നിന്നും എത്ര ശതമാനം ഗവൺമെൻറ് എഡ്യൂക്കേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു. ദെൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലേ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ, നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ഗവൺമെൻറ് എഡ്യൂക്കേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഫ്രം ദിസ് ടേബിൾ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് year by year the expenditure on education, that is percentage of expenditure on government expenditure on education, as well as the percentage of GDP towards education is increasing അല്ലേ. ആ ടേബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്ത് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് എത്രമാത്രം എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. കാരണം എഡ്യൂക്കേഷൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ എഡ്യൂക്കേഷനിലൂടെ മാത്രമാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും ഉണ്ടാവുള്ളൂ. അവിടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡെവലപ്മെൻറ്റും ഗ്രോത്തും ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് അല്ലേ. ഇനി എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ ടേക്ക് പ്ലേസ് എ മേജർ ഷെയർ ഓഫ് ടോട്ടൽ എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ദ ഷെയർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഈസ് ലീസ്റ്റ്. Educational achievement in the country are indicated in terms of adult literacy level. The government of India started giving a education cess on all union taxes from the period of 2004-5 onwards. And also government is providing many scholarship for the students. ദാറ്റ് ഈസ് ഇപ്പോൾ ശ്രദ്ധിക്കൂ, എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്തു, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു അല്ലേ. അതുപോലെ തന്നെ 2004-5 ഓൺവേർഡ്സ് ഒക്കെ ഗവൺമെൻറ് ടാക്സ് റിഡക്ഷൻസ് കൊടുക്കാൻ തുടങ്ങി അല്ലേ, എഡ്യൂക്കേഷണൽ സെസ് അല്ലേ. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ മക്കൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
ടാക്സ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്, അതും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഗവൺമെൻറ് ഒരുപാട് സ്കോളർഷിപ്പ് അല്ലേ, അങ്ങനെയെങ്കിലും കുറച്ച് കുട്ടികൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, നിരവധി സ്കോളർഷിപ്പ് ഹയർ എഡ്യൂക്കേഷനിലും അതേപോലെ തന്നെ ലോവർ ലെവലിലൊക്കെ നമ്മൾ ഒരുപാട് സ്കോളർഷിപ്പ് കൊടുക്കാൻ തുടങ്ങി അല്ലേ. അങ്ങനെ ഒരുപാട് പ്രോജക്റ്റിലൂടെയാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഈ എഡ്യൂക്കേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് clear. The next very important topic, that is future prospects. ഇപ്പോഴും നമ്മളുടെ മുന്നിൽ എഡ്യൂക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു ഹിൻഡ്രൻസ്, ഒരു തടസ്സമായി നിൽക്കുന്നു, നമ്മൾ അച്ചീവ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ സ്റ്റിൽ എ ഡിസ്റ്റൻറ്റ് ഡ്രീം എന്നുള്ളതാണ് അല്ലേ. ലിറ്ററസി റേറ്റ് നോക്കൂ, നമ്മളുടെ ലിറ്ററസി റേറ്റ് 68% ആണ്, അപ്പോഴും 32% ആർ ഇല്ലിറ്ററേറ്റ് അല്ലേ. വിദ്യാഭ്യാസം എത്തുന്നില്ല എന്നുള്ള പല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്നാണ്. ഈ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് പോലും അവിടെ വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നില്ല, എത്തുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ജെൻഡർ ഇക്വിറ്റി അല്ലേ. ദാറ്റ് മീൻസ് ദ ഡിഫറൻസ് ഇൻ ലിറ്ററസി റേറ്റ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ആസ് നാരോയിങ്, which is a positive development in gender equity. Still, we need to promote education for women in India because of improving economic dependence and social status of women. Women education make a favorable impact on fertility rate and health care of women and children അല്ലേ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ മാത്രമാണ് അവർക്ക് ആ ഒരു ഹെൽത്തിനെ കുറിച്ചിട്ടും പ്രഗ്നൻസി പീരീഡിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പം മാത്രമാണ് നമ്മളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഫ്യൂച്ചർ ജനറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വുമൻസിനുള്ള റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റോഡിലോട്ട് വുമൻ എംപവർമെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടി ഇന്ത്യ ട്രാവൽ ചെയ്യേണ്ടതുണ്ട് അല്ലേ. ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് അല്ലേ, ജെൻഡർ ഇൻഇക്വാലിറ്റി ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇന്ത്യ കുറച്ചുകൂടി ഒരു മൂവ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹയർ എഡ്യൂക്കേഷൻ. ദാറ്റ് മീൻസ് സ്റ്റിൽ മെനി ഓഫ് ദം ആർ നോട്ട് ഗോയിങ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ആഫ്റ്റർ +2 അല്ലേ, ഹയർ സെക്കൻഡറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കോളേജിൽ ഡിഗ്രി കഴിഞ്ഞാലോ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് അല്ലേ, അങ്ങനെ ഒരുപാട് ഹയർ ലെവലിലോട്ട് പഠിക്കാൻ ഇപ്പോഴും ആളുകൾ വിടുന്നില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതും ഒരു ഡിസ്റ്റൻറ്റ് ഡ്രീമാണ്. ഹയർ എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ളത് നമ്മളുടെ ഒരു ഡ്രീമായിട്ട് ഇപ്പോഴും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത്. ഇന്ത്യ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ചാപ്റ്റർ. ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്. ഞാൻ പ്രിസൈസ് ആയിട്ടുള്ള നോട്ട്സാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഇന്ത്യൻ എക്കോണമിയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, ഇത് വളരെ ചെറിയ ചാപ്റ്ററാണ്, നമുക്ക് ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഈ പോയിന്റ് വൈസ് നോട്ട് തരുമ്പോൾ അതിന് കുറച്ചുകൂടി എന്ത് ചെയ്യണം, എലാബറേറ്റ് ചെയ്ത് നിങ്ങൾ എക്സാമിന് എഴുതണം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിലേറ്റഡ് ടു ദിസ് ചാപ്റ്റർ, യു ക്യാൻ കോൺടാക്ട് മീ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.